എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കറണ്ട് അഫയർ ടോപ്പിക്സിലെ ദിവസങ്ങളും പ്രമേയങ്ങളും വസ്തുതകളുമാണ്. അതായത് നമ്മളുടെ ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള എല്ലാ മാസത്തിലെയും ഓരോ പ്രത്യേക ദിവസങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ വസ്തുതകളും അതിൻ്റെ പ്രമേയങ്ങളും ഒക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. അതായത് ഇനി വരുന്ന LDC, സിവിൽ പോലീസ് ഓഫീസർ, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസ്, ഇതിനെല്ലാം വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളൊരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ജനുവരി മാസമാണ് പറയാൻ പോകുന്നത്. ജനുവരി 1 ആഗോള കുടുംബദിനമാണ്. അപ്പോൾ എന്താണ് ജനുവരി 1 ആഗോള കുടുംബദിനമാണ്. അതുപോലെ തന്നെ ജനുവരി 4 ലോക ബെയിലി ദിനമാണ്. അതുപോലെ തന്നെ ലോക ബെയിലി ദിനത്തിൻ്റെ 2024 പ്രമേയം എന്ന് പറഞ്ഞാൽ എംപവറിംഗ് ത്രൂ ഇൻക്ലൂഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി. അപ്പോൾ എന്താണ് ജനുവരി 4 എന്താണ് ലോക ബെയിലി ദിനമാണ്. അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് 2024 പ്രമേയം എന്ന് പറയുന്നത് എംപവറിംഗ് ത്രൂ ഇൻക്ലൂഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി ആണ്. ക്ലിയർ ആയി. അപ്പം അടുത്തത് ജനുവരി 5 ആണ്. ജനുവരി 5 എന്ന് പറഞ്ഞാൽ ദേശീയ പക്ഷി ദിനമാണ്. ജനുവരി 5 എന്താണ് ദേശീയ പക്ഷി ദിനം. ദേശീയ പക്ഷി ദിനത്തിലെ 2024 പ്രമേയം അതാ തീം എന്തെന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഫ്ലൈറ്റ് എന്നാണ്. ദേശീയ പക്ഷി ദിനത്തിലെ 2024 പ്രമേയം എന്താണ് റൈറ്റ് ടു ഫ്ലൈറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ജനുവരി 9 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. അത് പ്രവാസി ഭാരതീയ ദിനമാണ്. അപ്പം ജനുവരി 9 എന്താണ് ജനുവരി 9 എന്ന് പറയുന്നത് പ്രവാസി ഭാരതീയ ദിനമാണ്. ജനുവരി 9 ആയിട്ട് വരുന്നത്. ആ ജനുവരി 9 പ്രവാസി ഭാരതീയ ദിനത്തിൻ്റെ 2023-24 തീം എന്ന് പറയുന്നത് ഡയാസ്പോറ റിലയബിൾ പാർട്ട്നേഴ്സ് ഫോർ ഇന്ത്യാസ് പ്രോഗ്രസ് ഇൻ അമൃത്കൽ ആണ് ഇതിൻ്റെ തീമായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് 2023-2024 തീമായിട്ട് എന്താണ് വരുന്നത് ഡയാസ്പോറ റിലയബിൾ പാർട്ട്നേഴ്സ് ഫോർ ഇന്ത്യാസ് പ്രോഗ്രസ് ഇൻ അമൃത്കൽ ആണ് വരുന്നത്. ക്ലിയർ ആയേ. അപ്പോൾ അടുത്തത് ജനുവരി 10 ആണ്. ജനുവരി 10 ലോക ഹിന്ദി ദിനമാണ്. അപ്പം ജനുവരി 10 എന്താണ് ലോക ഹിന്ദി ദിനമാണ്. ജനുവരി 10 2024 തീം എന്ന് പറയുന്നത് ഹിന്ദി ബ്രിഡ്ജിങ് ട്രഡീഷണൽ നോളജ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതുപോലെ തന്നെ 2023 തീം എന്ന് പറഞ്ഞാൽ ഹിന്ദി ട്രഡീഷണൽ നോളജ് ടു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിന്ദി ദിനമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ചോദിച്ചിട്ടുള്ളതുമാണ്, പ്രീവിയസ് ആണ്. അപ്പം ജനുവരി 10 എന്താണ് ലോക ഹിന്ദി ദിനം. ജനുവരി 10 ലോക ഹിന്ദി ദിനം. അതിൻ്റെ 2024 തീം എന്ന് പറയുന്നത് ഹിന്ദി ബ്രിഡ്ജിങ് ട്രഡീഷണൽ നോളജ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പം 2023 തീം എന്ന് പറയുന്നത് ഹിന്ദി ട്രഡീഷണൽ നോളജ് ടു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ ക്ലിയർ ആയേ. അപ്പോൾ അടുത്തതിലോട്ട് നോക്കുക. അടുത്തത് ജനുവരി 12 ദേശീയ യുവജന ദിനം. നമുക്കറിയാം ജനുവരി 12 ദേശീയ യുവജന ദിനം. അപ്പം അതിൻ്റെ തീമുകളാണ് ഇനി ഇതിനകത്ത് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്കിന് ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. ഷുവറാണ് ഒരു മാർക്ക്. അപ്പം 2024 ജനുവരി 12 ദേശീയ യുവജനത്തിലെ പ്രമേയം എന്ന് പറയുന്നത് എന്താണ് മൈ ഭാരത് വികസിത് ഭാരത് അറ്റ് 2046 ബൈ ദ യൂത്ത് ഫോർ ദ യൂത്ത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ദേശീയ യുവജന ദിനത്തിലെ 2024 പ്രമേയം എന്താണ് മൈ ഭാരത് വികസിത് ഭാരത് അറ്റ് 2046 ബൈ ദ യൂത്ത് ഫോർ ദ യൂത്ത്. ക്ലിയർ ആയേ. അതുപോലെ തന്നെ 2023 പ്രമേയം എന്ന് പറയുന്നത് തീം എന്ന് പറയുന്നത് വികസിത് യുവ വികസിത് ഭാരത്. അപ്പോൾ വികസിത് യുവ വികസിത് ഭാരത് 2023 ദേശീയ യുവജനത്തിൻ്റെ തീമാണ്. അതുപോലെ തന്നെ 2024 ജനുവരി 12 ദേശീയ യുവജന ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് എന്താണ് പ്രമേയം എന്ന് പറയുന്നത് മൈ ഭാരത് വികസിത് ഭാരത് അറ്റ് 2046 ബൈ ദ യൂത്ത് ഫോർ ദ യൂത്ത്. ക്ലിയർ ആയേ. അടുത്തത് ജനുവരി 15 ഇന്ത്യൻ കരസേനാ ദിനം. ജനുവരി 15 ഇന്ത്യൻ കരസേനാ ദിനം. ജനുവരി 15 എന്താണ് ഇന്ത്യൻ കരസേനാ ദിനം. അതിൻ്റെ ജനുവരി 15 ഇന്ത്യൻ കരസേനാ ദിനത്തിൻ്റെ 2024 തീം എന്ന് പറയുന്നത് ഇൻ സർവീസ് ഓഫ് നേഷൻ. 2024 തീം എന്താണ് ഇൻ സർവീസ് ഓഫ് നേഷൻ ആണ്. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. ജനുവരി 19 നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് റൈസിംഗ് ഡേ. അതായത് ജനുവരി 19 എന്ന് പറയുന്നത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് NDRF റൈസിംഗ് ഡേ എന്നാണ് പറയുന്നത്. അതിൻ്റെ 2024 തീം എന്ന് പറയുന്നത് സെർവിങ് ഹ്യൂമാനിറ്റി വിത്ത് കമ്പാഷൻ ആൻഡ് വാലർ. ക്ലിയർ ആയി.
അതുപോലെ തന്നെ ജനുവരി 24 എന്ന് പറയുന്നത് ദേശീയ ബാലികാ ദിനമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ജനുവരി 24 എന്ന് പറയുന്നത് ദേശീയ ബാലികാ ദിനമാണ്. ദേശീയ ബാലികാ ദിനത്തിലെ 2024 തീം എന്ന് പറയുന്നത് മേരെ വികസിത് ഭാരത് കാ സ്വപ്ന എന്നാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനുവരി 24 അപ്പോൾ എന്താണ്? ജനുവരി 24 എന്ന് പറയുന്നത് ദേശീയ ബാലിക ദിനമാണ്. ദേശീയ ബാലിക ദിനത്തിൻ്റെ 2024 തീം എന്ന് പറയുന്നത് മേരെ വികസിത് ഭാരത് കാ സ്വപ്ന എന്നാണ് വരുന്നത്. അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അടുത്തത് നമുക്ക് ജനുവരി 24 നോക്കാം. ജനുവരി 24 അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം. ജനുവരി 24 അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനമാണ് വരുന്നത്. 2024 തീം എന്ന് പറയുന്നത് ലേണിംഗ് ഫോർ ലാസ്റ്റിംഗ് പീസ് ആണ് 2024 അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2023 പ്രമേയം എന്ന് പറയുന്നത് ടു ഇൻവെസ്റ്റ് ഇൻ പീപ്പിൾ പ്രയോറിറ്റൈസ് എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. ക്ലിയർ ആയേ? അതുപോലെ തന്നെ അടുത്തത് ജനുവരി 25 എന്ന് പറയുന്നത് ദേശീയ സമ്മതിദായക ദിനമാണ്. ജനുവരി 25 എന്താണ്? ദേശീയ സമ്മതിദായക ദിനമാണ്. അതുപോലെ തന്നെ 2023 2024 തീം എന്ന് പറയുന്നത് വോട്ട് ചെയ്യുന്നതിനോളം മഹത്തരം മറ്റൊന്നുമില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. അപ്പം ജനുവരി 25 എന്താണ്? ദേശീയ സമ്മതിദായക ദിനം. അതുപോലെ തന്നെ നാളെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് വരുന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 2ാം ഘട്ടം നാളെയാണ് വരുന്നത്. നമ്മുടെ കേരളത്തെ നാളെയാണ്. നമുക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യേണ്ട നാളെയാണ്. അപ്പം മാക്സിമം എല്ലാവരും വോട്ട് ചെയ്യുക. വോട്ട് ചെയ്യാതെ ആരും ഒരിക്കലും നമുക്ക് അതായത് നമുക്ക് 5 വർഷം കൂടി ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു ഭാഗ്യമാണിത്, അല്ല നമ്മളുടെ അവകാശമാണ് വോട്ട്. അപ്പോൾ വോട്ട് നമുക്ക് നല്ല വികസനം തരുന്ന ആരാണോ, നല്ല കാൻഡിഡേറ്റ് ആരാണോ ഉള്ളവർക്ക് നമ്മൾ മാക്സിമം വോട്ട് ചെയ്യുക. അപ്പോൾ വോട്ട് ചെയ്യാതെ ആരും ഒരിക്കലും നല്ല ആളുകളെ വിജയിപ്പിക്കുക. അപ്പം നല്ല വികസനത്തിനും ഒക്കെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് മാക്സിമം വോട്ട് ചെയ്യുക, അവരെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ആരും വോട്ട് ചെയ്യാതിരിക്കല്. അപ്പം വോട്ട് ചെയ്യാതിരിക്കല്, മാക്സിമം എല്ലാവരും വോട്ട് തന്നെ ചെയ്യണം. അത് തന്നെയാണ് ഇവരുടെ തീമും പറയുന്നത്. ദേശീയ സമ്മതിദായക ദിനത്തിൻ്റെ തീം തന്നെയാണ് എന്താണ്? വോട്ട് ചെയ്യുന്നതിനോളം മഹത്തരം മറ്റൊന്നുമില്ല, ഞാൻ ഉറപ്പായി വോട്ട് ചെയ്യും. അത് തന്നെയാണ് നമ്മളും പറയുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും നാളെ ആരും വോട്ട് ചെയ്യാതിരിക്കല്ലേ, ഈ വീഡിയോ കാണുന്നവരെല്ലാം പോയി വോട്ട് ചെയ്യണം. അപ്പോൾ ക്ലിയർ ആയേ? ഒന്നുകൂടെ പറയാം. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനം. 2023 2024 തീം എന്ന് പറയുന്നത് വോട്ട് ചെയ്യുന്നതിനോളം മഹത്തരം മറ്റൊന്നുമില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. അടുത്തത് ജനുവരി 25 ദേശീയ ടൂറിസം ദിനം. നാഷണൽ ടൂറിസ്റ്റ് ഡേ ആണ് വരുന്നത്. ജനുവരി 25 ദേശീയ ടൂറിസം ദിനം. 2024 തീം എന്താണ്? സസ്റ്റൈനബിൾ ജേർണീസ് ടൈംലെസ് മെമ്മറീസ് ആണ് ദേശീയ ടൂറിസം ദിനമായ ജനുവരി 25 2024 തീം. ക്ലിയർ ആയ? അടുത്തത് ജനുവരി 26 75 റിപ്പബ്ലിക് ദിനം. ജനുവരി 26 75 റിപ്പബ്ലിക് ദിനമാണ്. 2024 തീം എന്ന് പറയുന്നത് വികസിത് ഭാരത് ആൻഡ് ഭാരത് ലോക് തന്ത്ര കി മാതൃക ഓർ ദ മദർ ഓഫ് ഡെമോക്രസി. അപ്പം ഇത് നല്ല വലിപ്പമുള്ള തീമാണ്. അപ്പം നമുക്കിത് പഠിച്ചു വെക്കണം. തീംസ് കൂടുതലും ദേശീയത്തിൻ്റെയൊക്കെ തീംസ് കൂടുതലും ഹിന്ദിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടെ പറയാം. 2024 ജനുവരി 75 റിപ്പബ്ലിക് ദിനത്തിലെ പ്രമേയം എന്ന് പറയുന്നത് വികസിത് ഭാരത്. അതായത് വികസിത് ഭാരത് എന്ന് പറയുമ്പോൾ ഡെവലപ്ഡ് ഇന്ത്യ എന്നാണ്. വികസിത് ഭാരത് ആൻഡ് ഭാരത് ലോക് തന്ത്ര കി മാതൃക ഓർ ദ മദർ ഓഫ് ഡെമോക്രസി എന്നാണ് പറയുന്നത്. ക്ലിയർ ആയേ? അപ്പം 2023 തീം എന്ന് പറയുന്നത് ഇന്ത്യ അറ്റ് 75 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആൻഡ് നാരീശക്തി. ഇത് നമ്മൾ ഓൾറെഡി പ്രീവിയസ് ആയിട്ട് ചോദിച്ചാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ 3-4 മാസത്തിനുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് ചോദിച്ചതാണ് 2023 തീം എന്താണ്. അപ്പോൾ 2023 തീം എന്ന് പറയുന്നത് ഇന്ത്യ അറ്റ് 75 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആൻഡ് നാരീശക്തി. ക്ലിയർ ആയേ? അതുപോലെ തന്നെ ജനുവരി 28 ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനം. ജനുവരി 28 ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനം. അതുപോലെ തന്നെ ജനുവരി 30 രക്തസാക്ഷി ദിനം. ക്ലിയർ ആയ? അപ്പോൾ നമ്മൾ ജനുവരി ഒട്ടുമിക്ക എല്ലാ പ്രധാന ദിനങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഫെബ്രുവരിയിലോട്ട് പോവാം. അടുത്തത് ഫെബ്രുവരിയാണ്. ഫെബ്രുവരി 1 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം. ഫെബ്രുവരി 1 ഏതാണ്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം. ക്ലിയർ ആയേ? അതുപോലെ തന്നെ ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ഈ തണ്ണീർത്തട ദിനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ആയിട്ട് ഒരുപാട് വട്ടം ഈ തണ്ണീർത്തട ദിനത്തെക്കുറിച്ച് സ്ഥിരം PSC ചോദിക്കുന്നൊരു ഇതാണ് തണ്ണീർത്തട ദിനം. അപ്പം ഓർത്ത് വെച്ചോ, ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ക്ലിയർ ആയേ? അപ്പം ഇതിൻ്റെ പ്രമേയങ്ങളും PSC എടുത്തെടുത്ത് ചോദിക്കുന്നതാണ്. അപ്പം 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. 2024 ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. അതുപോലെ തന്നെ 2023 പ്രമേയം എന്ന് പറയുന്നത് തണ്ണീർത്തടങ്ങൾ
പുനഃസ്ഥാപിക്കുന്നതിനുള്ള സമയമായി. ഒന്നുകൂടെ പറയാം. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ 2024 തീം എന്ന് പറയുന്നത്, പ്രമേയം എന്ന് പറയുന്നത് തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവുമാണ് വരുന്നത്. 2023 പ്രമേയം എന്ന് പറയുന്നത് തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള സമയമായി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനത്തെക്കുറിച്ചുള്ള പ്രമേയങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഡേറ്റും അതിൻ്റെ പ്രമേയങ്ങളുമാണ്. അടുത്ത നോക്കാം നമുക്ക്. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. ആ ലോക ക്യാൻസർ ദിനത്തിൻ്റെ 2022 മുതൽ 2024 വരെയുള്ള പ്രമേയമാണ് ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നാണ് അതിൻ്റെ തീം വരുന്നത്. അപ്പം ഓർത്ത് നോക്കുക, ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം, തീം പ്രമേയം ക്ലോസ് ദ കെയർ ഗ്യാപ്പ്. ക്ലിയർ ആയി. അടുത്തത് ഫെബ്രുവരി 6 ഇൻ്റർനാഷണൽ ഡേ ഓഫ് സീറോ ടോളറൻസ് ഫോർ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ. അപ്പം ഫെബ്രുവരി 6 എന്താണ്? ഇൻ്റർനാഷണൽ ഡേ ഓഫ് സീറോ ടോളറൻസ് ഫോർ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ തീം എന്ന് പറയുന്നത് 2024 തീം എന്ന് പറയുന്നത് ഹെർ വോയിസ് ഹെർ ഫ്യൂച്ചർ എന്നാണ്. അടുത്തത് ഫെബ്രുവരി 6 സേഫർ ഇൻ്റർനെറ്റ് ഡേ ആണ്. ഫെബ്രുവരി 6 സേഫർ ഇൻ്റർനെറ്റ് ഡേ. അതുപോലെ തന്നെ ഫെബ്രുവരി 9 ദേശീയ സെൻസസ് ദിനം ആണ്. അതുപോലെ തന്നെ ഫെബ്രുവരി 12 ലോക ഡാർവിൻ ദിനം. ഇത് പെട്ടെന്ന് പറഞ്ഞു വന്ന് എല്ലാവർക്കും അറിയാവുന്നവരാണ് പെട്ടെന്ന് പറഞ്ഞു വന്ന്. അപ്പം ഫെബ്രുവരി 12 അന്താരാഷ്ട്ര അപസ്മാര ദിനം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല, നിങ്ങളത് ജസ്റ്റ് നോക്കി വെക്കണേ. അതായത് ഫെബ്രുവരി 12 എന്ന് പറയുന്നത് അന്താരാഷ്ട്ര അപസ്മാര ദിനം ചോദിച്ചിട്ടുള്ളതാണ്. അന്താരാഷ്ട്ര അപസ്മാര ദിനത്തിൻ്റെ 2024 തീം എന്ന് പറയുന്നത് മൈൽ സ്റ്റോൺസ് ഓഫ് മൈ എപ്പിലെപ്സി ജേർണി എന്നാണ്. അപ്പോൾ ഫെബ്രുവരി 12 എന്താണ്? അന്താരാഷ്ട്ര അപസ്മാര ദിനമേ. അടുത്തത് ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനം. ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് വയ്ക്കാൻ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനം. ലോക റേഡിയോ ദിനത്തിൻ്റെ 2024 തീം എന്താണ്? റേഡിയോ എ സെഞ്ച്വറി ഇൻഫോമിങ് എൻ്റർടൈനിങ് ആൻഡ് എഡ്യൂക്കേറ്റിംഗ്. അപ്പോൾ എന്താണ്? ഫെബ്രുവരി 13 എന്ന് പറയുന്നത് ലോക റേഡിയോ ദിനമാണ്. അതിൻ്റെ 2024 തീം എന്ന് പറയുന്നത് റേഡിയോ എ സെഞ്ച്വറി ഇൻഫോമിങ് എൻ്റർടൈനിങ് ആൻഡ് എഡ്യൂക്കേറ്റിംഗ് എന്നാണ് വരുന്നത്. ക്ലിയർ ആയോ? അടുത്തത് ഫെബ്രുവരി 13 ദേശീയ വനിതാ ദിനം. ഫെബ്രുവരി 13 ദേശീയ വനിതാ ദിനമേ. അതുപോലെ തന്നെ ഫെബ്രുവരി 20 ലോക സാമൂഹിക നീതി ദിനം. ഫെബ്രുവരി 20 ലോക സാമൂഹിക നീതി ദിനം. ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് PSC പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം. ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം. ഇപ്പോൾ തന്നെ അങ്ങ് പഠിച്ചു പോയിക്കൊള്ളുമോ. അപ്പോൾ 2024 പ്രമേയം എന്ന് പറയുന്നത് മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ ഈസ് എ പില്ലർ ഓഫ് ഇന്റർജനറേഷണൽ ലേണിംഗ്. അതുപോലെ തന്നെ 2023 പ്രമേയം എന്ന് പറയുന്നത് മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ എ നെസസിറ്റി ടു ട്രാൻസ്ഫോം എഡ്യൂക്കേഷൻ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം. അടുത്തത് ഫെബ്രുവരി 22 ലോക ചിന്താ ദിനം. ലോക ചിന്താ ദിനം എന്നാണ് ഫെബ്രുവരി 22. അടുത്തത് ഫെബ്രുവരി 23 വേൾഡ് പീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഡേ. വേൾഡ് പീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഡേ എന്നാണ് ഫെബ്രുവരി 23. അതുപോലെ തന്നെ ഫെബ്രുവരി 27 ലോക NGO ദിനം. അതും പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. ഫെബ്രുവരി 27 ലോക NGO ദിനം. അതുപോലെ തന്നെ ഫെബ്രുവരി 27 ദേശീയ പ്രോട്ടീൻ ദിനമാണ്. ഇതും പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ഫെബ്രുവരി 27 2 ദിനങ്ങളുണ്ട്. ലോക NGO ദിനവും ദേശീയ പ്രോട്ടീൻ ദിനവും ഫെബ്രുവരി 27 മറക്കല്ലേ. അടുത്തത് ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം ചോദിച്ചിട്ടുള്ളതാണ്. 2024 ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് ഫെബ്രുവരി 28. അപ്പോൾ തീംസ് നോക്കാം. 2024 ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത്, അതായത് പ്രമേയം എന്ന് പറയുന്നത് വികസിത ഭാരതത്തിനായുള്ള തദ്ദേശിക സാങ്കേതിക വിദ്യകൾ. അപ്പം ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28 2024 പ്രമേയം എന്ന് പറയുന്നത് വികസിത ഭാരതത്തിനായുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ. അതുപോലെ തന്നെ 2023 തീം എന്ന് പറയുന്നത്, പ്രമേയം എന്ന് പറയുന്നത് ആഗോള ക്ഷേമത്തിനായുള്ള ഗ്ലോബൽ സയൻസ്. ക്ലിയർ ആയി.
അടുത്തത് അപൂർവ രോഗദിനം ഫെബ്രുവരി അവസാന ദിവസം ആചരിക്കുന്നു. അപ്പോൾ ഫെബ്രുവരി അവസാന ദിവസം ആചരിക്കുന്നതാണ് അപൂർവ രോഗദിനം. അപ്പോൾ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ അപൂർവ രോഗദിനം ഏത് മാസത്തിൻ്റെ അവസാന ദിവസമാണ് ആചരിക്കുന്നതെന്ന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓർത്ത് നോക്കുക, ഫെബ്രുവരി മാസത്തിലെ അവസാന ദിവസം ആചരിക്കുന്നതാണ് അപൂർവ രോഗദിനം. ക്ലിയറായി? അടുത്തത് മാർച്ച് മാസം. അപ്പോൾ ഫെബ്രുവരി മാസത്തിലെ ഏതാണ്ട് ഒട്ടുമിക്ക നമ്മൾ പ്രധാന തീയതികൾ പഠിച്ചു. ഇനി നമുക്ക് മാർച്ച് മാസത്തിൽ പഠിക്കാം. അടുത്ത മാർച്ച് 1 സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ. മാർച്ച് 1 എന്താണ്? സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ. അതിൻ്റെ 2024 തീം എന്താണ്? ടു പ്രൊട്ടക്റ്റ് എവരി വൺസ് ഹെൽത്ത്, പ്രൊട്ടക്റ്റ് എവരി വൺസ് റൈറ്റ്. അതുപോലെ തന്നെ മാർച്ച് 3 എന്താണ്? ലോക വന്യജീവി ദിനം. നമ്മൾ ഓൾറെഡി നമുക്കറിയാവുന്നതാണ്, പ്രീവിയസ് ആണ്. മാർച്ച് 3 ലോക വന്യജീവി ദിനം. ലോക വന്യജീവി ദിനത്തിൻ്റെ 2024 തീം എന്താണ്? കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്, എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നൊവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. അതുപോലെ തന്നെ 2023 തീം എന്താണ്? പാർട്ണർഷിപ്സ് ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. ക്ലിയറായി? അതുപോലെ തന്നെ മാർച്ച് 3 ലോക കേൾവി ദിനമാണ്. മാർച്ച് 3 ലോക കേൾവി ദിനം. 2024 തീം എന്ന് പറയുന്നത് ചേഞ്ചിങ് മൈൻഡ്സെറ്റ്സ് ലെറ്റ്സ് മേക്ക് ഇയർ ആൻഡ് ഹിയറിംഗ് കെയർ എ റിയാലിറ്റി ഓഫ് ഓൾ എന്നാണ്. അപ്പോൾ മാർച്ച് 3 ലോക കേൾവി ദിനം. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ് മാർച്ച് 8. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്? മാർച്ച് 8. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. അതിൻ്റെ 2024 തീം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ വുമൻ, ആക്സലറേറ്റ് പ്രോഗ്രസ്. അതുപോലെ 2023 തീം എന്ന് പറയുന്നത് ഡിജിറ്റ് ഓൾ ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാളിറ്റി. അപ്പോൾ പഠിച്ചു വെച്ചോ, മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. 2024 തീം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ വുമൺ, ആക്സലറേറ്റ് പ്രോഗ്രസ്. അതുപോലെ തന്നെ 2023 തീം എന്ന് പറയുന്നത് ഡിജിറ്റ് ഓൾ ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാളിറ്റി. ക്ലിയറായി? അടുത്തത് മാർച്ച് 10. മാർച്ച് 10 എന്താണ്? ലോക വൃക്ക ദിനമാണ്. മാർച്ച് 10 ലോക വൃക്ക ദിനം. മാർച്ച് 10. മാർച്ച് 14 അന്താരാഷ്ട്ര ഗണിതശാസ്ത്ര ദിനം, അതുപോലെ പൈ ഡേ എന്ന് പറയുന്നത്. അത് 2024 തീം എന്ന് പറഞ്ഞാൽ പ്ലേയിങ് വിത്ത് മാത്ത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. മാർച്ച് 14 അന്താരാഷ്ട്ര ഗണിതശാസ്ത്ര ദിനം അല്ലെങ്കിൽ പൈ ഡേ. അതിൻ്റെ 2024 തീം എന്ന് പറയുന്നത് പ്ലേയിങ് വിത്ത് മാത്ത് എന്നാണ് വരുന്നത്. അടുത്തത് മാർച്ച് 15. മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനം. 2024 തീം എന്ന് പറയുന്നത് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ എ മീൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫോർ കൺസ്യൂമേഴ്സ്. അപ്പോൾ 2024 ലോക ഉപഭോക്തൃ ദിനമായ മാർച്ച് 15 തീം എന്താണ്? 2024 ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ AI ഫോർ കൺസ്യൂമേഴ്സ്. അതുപോലെ തന്നെ 2023 തീം എന്ന് പറഞ്ഞാൽ എംപവറിങ് കൺസ്യൂമേഴ്സ് ത്രൂ ക്ലീൻ എനർജി ട്രാൻസിഷൻസ്. ക്ലിയറായ? അതുപോലെ തന്നെ മാർച്ച് 16 ലോക വാക്സിനേഷൻ ദിനം. മാർച്ച് 16 എന്താണ്? ലോക വാക്സിനേഷൻ ദിനം. മാർച്ച് 18 ലോക ഉറക്ക ദിനം. മാർച്ച് 18 ലോക ഉറക്ക ദിനം. അതുപോലെ തന്നെ മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനം. ഇമ്പോർട്ടൻ്റ് ആണ്. മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനമാണ്. മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനം. 2024 തീം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആൻഡ് ഇന്നൊവേഷൻ. 2023 തീം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത്. അപ്പോൾ ഓർത്ത് വെച്ചോ, മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനം. 2024 തീം ഫോറസ്റ്റ് ആൻഡ് ഇന്നൊവേഷൻ. 2023 തീം ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത്. അടുത്തത് മാർച്ച് 22 ലോക ജലദിനം. മാർച്ച് 22 ലോക ജലദിനം. അതുപോലെ തന്നെ 2024 തീം വാട്ടർ ഫോർ പീസ്. 2024 മാർച്ച് 22 ലോക ജലദിനത്തിൻ്റെ തീം എന്താണ്? 2024 വാട്ടർ ഫോർ പീസും. അതുപോലെ തന്നെ 2023 തീം ആക്സലറേറ്റിംഗ് ചേഞ്ച്. ക്ലിയറായി? മാർച്ച് 22 ലോക ജലദിനം. 2024 തീം വാട്ടർ ഫോർ പീസും. അതുപോലെ തന്നെ 2023 തീം ആക്സലറേറ്റിംഗ് ചേഞ്ചും. ഇത് എടുത്തെടുത്ത് പറയുന്നതിന് കാരണം ലോക ജലദിനമൊക്കെ എപ്പോഴും PSC ചോദിക്കുന്നതാണ്. അതിൻ്റെ തീംസും കാര്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അടുത്തത് മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. മാർച്ച് 23 എന്താണ്? ലോക കാലാവസ്ഥാ ദിനം. 2024 തീം അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ്
ക്ലൈമറ്റ് ആക്ഷൻ, അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. അതുപോലെ തന്നെ 2023 തീം എന്ന് പറയുന്നത് ദ ഫ്യൂച്ചർ ഓഫ് വെതർ ക്ലൈമറ്റ് ആൻഡ് വാട്ടർ അക്രോസ് ജനറേഷൻസ്. അപ്പോൾ മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമാണ്. അതുപോലെ തന്നെ മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. മാർച്ച് 24 എന്താണ്? ലോക ക്ഷയരോഗ ദിനം. ലോക ക്ഷയരോഗ ദിനമാണ് മാർച്ച് 24. മാർച്ച് 24 2024 തീം എന്ന് പറയുന്നത് യെസ് വി ക്യാൻ എൻഡ് ടി ബി. യെസ് വി ക്യാൻ എൻഡ് ടി ബി. 2024 മാർച്ച് 24 2024 ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് യെസ് വി ക്യാൻ എൻഡ് ടി ബി. ക്ലിയർ ആയ? അടുത്തത് ഭൗമ മണിക്കൂർ. ഭൗമ മണിക്കൂർ എന്ന് പറയുന്നത് ലാസ്റ്റ് സാറ്റർഡേ ഓഫ് മാർച്ച്, അതായത് മാർച്ച് മാസത്തിലെ അവസാന ശനിയാഴ്ചയാണ് ഭൗമ മണിക്കൂറായി കണക്കാക്കുന്നത്. അപ്പോൾ ഭൗമ മണിക്കൂർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം, മാർച്ച് മാസത്തിലെ അവസാന ശനിയാഴ്ചയാണ്. അതുപോലെ തന്നെ മാർച്ച് 7 ലോക നാടക ദിനം. അപ്പോൾ മാർച്ച് 7 ലോക നാടക ദിനം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ മാർച്ച് മാസത്തിലെ പഠിച്ചത്. അപ്പോൾ ഇപ്പം തന്നെ വീഡിയോയുടെ ലെങ്ത് ഒരുപാടായി. അപ്പം നമുക്കിനി ജനുവരി തൊട്ട് മാർച്ച് വരെയുള്ള എല്ലാ ദിവസങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഒത്തിരി ലെങ്ത് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നതിന് തന്നെ ഒരു ബോറടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത്രയും നമ്മൾ പഠിക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള മാസങ്ങളിലെ ദിവസങ്ങളോട് ഇടാം. ഇതിൽ നിന്ന് ഒരു മാർക്ക് ഷുവറാണ്. ഇനി വരുന്ന എല്ലാ മാസങ്ങളിൽ നിന്നും ഒരു ദിവസത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ദിവസത്തിൻ്റെ പ്രത്യേകതകളുള്ള തീമിനെ കുറിച്ചൊക്കെ ഷുവറായിട്ട് ചോദിക്കുന്നതാണ്. അപ്പം ചാനൽ മാക്സിമം കാണുന്നവരുണ്ടെങ്കിൽ, മാക്സിമം പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കണോട് അമർത്തണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ഒന്ന് ചെയ്യണം. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ നമുക്കൊരു സപ്പോർട്ട് തരുന്നുണ്ടെന്ന്. ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അഭിപ്രായങ്ങളോ എന്തെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്തും കണ്ടുപിടിച്ച് വേണം ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് എന്തെങ്കിലും ഇത്രയും നമ്മൾ ടൈപ്പ് ചെയ്താണ് നമ്മൾ ഇത്രയും എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് അന്നേരം തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാമല്ലോ. ഓക്കെ. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒന്നുകൂടെ പറയാം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് ബാക്കിയുള്ള കൂട്ടുകാർക്കും എത്തിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോട് അമർത്തി വെക്കുക പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പം മാക്സിമം നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.